വിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ 2 ദിനങ്ങളാണ് പ്രാധാന്യമായിട്ടുള്ളത്. ഒന്നാമത്തേത് ബദർ ദിനം, രണ്ടാമത്തേത് ഖദർ ദിനം. ഒന്ന് ബദർ ദിനം, 2 ഖദർ ദിനം. ഖദർ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈലത്തുൽ ഖദറിന്റെ ദിവസമാണ്. ബദർ ദിനം റമളാൻ 17-ന് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നേടിയ ഐതിഹാസികമായ വിജയത്തെ അടയാളപ്പെടുത്തുന്ന ദിനമാണ്. ഈ 2 ദിനത്തിനും ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ബദർ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ യുദ്ധമുണ്ടാവാനുള്ള പശ്ചാത്തലം, ആ യുദ്ധത്തിന്റെ പരിസമാപ്തി, ആ യുദ്ധം പിന്നീട് രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ വരുത്തിയിട്ടുള്ള സമൂലമായ പരിവർത്തനങ്ങൾ, ഇതൊക്കെ പലപ്പോഴും നാം കേട്ടിട്ടുള്ളതാണ്. ആ യുദ്ധത്തെക്കുറിച്ച് ഓരോ വിശ്വാസിയും വ്യക്തിപരമായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ ആ യുദ്ധത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ആ ബദർ ദിനം നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് വെറും 300ഓളം മാത്രം വരുന്ന സഹാബാക്കൾ, 313 സഹാബാക്കൾ ആ ബദർ ദിനത്തിൽ 1000ഓളം വരുന്ന ശത്രുക്കളോട് വിജയം നേടിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവര് വിജയിച്ചത് വെറുതെ വിജയിക്കുകയല്ല, 5 കാരണങ്ങൾ കൊണ്ടാണ് അവർ വിജയിച്ചത്. ആ 5 കാരണങ്ങൾ കൊണ്ട് മാത്രമേ ബദരീങ്ങളുടെ പിൻഗാമികളായ നമുക്കും വിജയിക്കാൻ കഴിയുകയുള്ളൂ, പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തിൽ. അതാണ് ബദരീങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. അവര് വിജയിക്കാനുള്ള വഴികൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിലെ 45-46 ആയത്തുകളിൽ 5 കാരണങ്ങൾ അല്ലാഹു പറയുന്നുണ്ട്. അവര് വിജയിച്ചതിന്റെ 5 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശത്രുസംഘത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണേ, അടിയുറച്ചു നിൽക്കണേ. ശത്രുക്കളെ കണ്ടാൽ ഒരിക്കലും നിങ്ങൾ ഭീരുക്കളാവരുത്, ധൈര്യത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നിലകൊള്ളണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല മുഅ്മിനീങ്ങളോട് പറയുകയാണ്. ഈ 2 ആയത്തുകളും, അതായത് ഈ 45-46 ആയത്തുകൾ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്തും കൂടിയാണ്. അതുകൊണ്ട് ബദരീങ്ങളോട് അല്ലാഹു തആല ഈ വിഷയം പറയുമ്പോൾ നമുക്കും ബാധകമാണ്, ലോകത്ത് അന്ത്യനാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ വിശ്വാസികൾക്കും ബാധകമാണ്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ശത്രുക്കളെ കണ്ടാൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. ബദരീങ്ങൾ അടിയുറച്ചു നിന്നു. അടിയുറച്ചു നിന്നപ്പോൾ അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടായി. ഏത് രീതിയിലുള്ള സഹായം? ശത്രുക്കളെ അല്ലാഹു തആല വിശ്വാസികളുടെ കണ്ണിൽ ചെറുതാക്കി കാണിച്ചു കൊടുത്തു. 1000-കണക്കിനുണ്ടായിരുന്നിട്ടും വിശ്വാസിയുടെ കണ്ണിൽ അള്ളാഹു അവരെ ചെറുതാക്കി കാണിച്ചു. അതുകൊണ്ട് തന്നെ സഹാബാക്കൾക്ക് വല്ലാത്ത ധൈര്യമുണ്ടായി. അവരെ പരാജയപ്പെടുത്താമെന്ന് സഹാബാക്കൾക്ക് തോന്നി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ശത്രുക്കളെ കണ്ടാൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം, നിങ്ങൾ ഒരിക്കലും പിന്തിരിയരുത്. യുദ്ധക്കളത്തിൽ നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്. യുദ്ധക്കളത്തിൽ പിന്തിരിഞ്ഞോടൽ വൻ പാപമായി എണ്ണപ്പെടുന്ന സമുദായമാണ് നാം. പലപ്പോഴും ഇസ്ലാമിക ചരിത്രത്തിലുണ്ടാവുന്ന ഏറ്റവും വലിയ പാളിച്ച, വിശ്വാസികളെ യുദ്ധക്കളത്തിൽ തനിച്ചാക്കിയിട്ട് പിന്തിരിഞ്ഞോടുന്ന മുനാഫിക്കീങ്ങളുടെ ആധിക്യമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തി, നമ്മോടും ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ശത്രുക്കളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നാൽ ഇമ്മൻ നസ്റു വ ഇമ്മ ഷഹാദ, ഒന്നെങ്കിൽ നിങ്ങൾ വിജയം നേടണം, അല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് കൈവരിക്കണം. 1. 2. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കണം. ബദരീങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കണം ധാരാളമായി.
അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിന്റെ സഹായം ആഗ്രഹിക്കുക, തസ്ബീഹ്, തക്ബീർ തുടങ്ങിയ പദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അവന്റെ കാരുണ്യം പ്രതീക്ഷിക്കുക എന്നൊക്കെയാണ്. ബഹുമാനപ്പെട്ട ബദരീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന നേതാവ് ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായിരുന്നു. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ ലൻ തുഅബദു ബഅദഹാ. അല്ലാഹുവേ, ഈ ചെറു സംഘം നശിപ്പിക്കപ്പെട്ടാൽ ഭൂമിയിൽ പിന്നീട് നീ ആരാധിക്കപ്പെടുകയില്ല. വിശ്വാസികളുടെ അസ്തിത്വം ചോദ്യം ചെയ്യുന്ന യുദ്ധമായിരുന്നു ബദർ യുദ്ധം. അതുകൊണ്ട് പ്രവാചകൻ നിരന്തരമായിട്ട് യുദ്ധം ചെയ്തു, നിരന്തരമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകന്റെ കൈകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നിട്ട് പ്രവാചകന്റെ കക്ഷത്തിന്റെ വെളുപ്പ് പോലും ഞങ്ങൾ കണ്ടു എന്ന് സഹാബാക്കൾ രേഖപ്പെടുത്തുകയാണ്. അത്രത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഉടമയുടെ മുമ്പിൽ ഒരടിമയ്ക്ക് എത്രത്തോളം താഴാൻ കഴിയുമോ അതിനേക്കാളും അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടിയും വിധേയത്വത്തോടുകൂടിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. നമ്മോടും അള്ളാഹു പറയുന്നത് അതാണ്. നിങ്ങൾ നിരന്തരമായി ശത്രുവിനെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ നിങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അവന്റെ സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണം. രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം എന്നുള്ളത് വഅതീഉല്ലാഹ വറസൂല. ബദരീങ്ങളോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടണം. നമ്മോടും അള്ളാഹു പറയുന്നത് അതാണ്. ഏത് വിഷയത്തിലും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയമായ ഇടപെടലുകളിലാണെങ്കിലും നിങ്ങളുടെ വ്യക്തിപരമായ മേഖലയിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും അള്ളാഹുവും റസൂലും എന്താണോ പറഞ്ഞത് അത് പൂർണ്ണമായിട്ട് നിങ്ങൾ അനുസരിക്കണം. ബദരീങ്ങൾ അങ്ങനെയായിരുന്നു. പ്രവാചകന്റെ നിർദ്ദേശം സഹാബാക്കൾ പൂർണ്ണമായിട്ട് അനുസരിച്ചു. സഹാബാക്കൾ നബിയോട് വന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ റസൂലെ, താങ്കൾ ഞങ്ങളോട് കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ പോലും മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞതുപോലെ, മൂസ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഫഖാതില ഇന്നാ ഹാഹുനാ ഖായിദൂൻ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം എന്നൊരിക്കലും ഞങ്ങൾ താങ്കളോട് പറയുകയില്ല നബിയെ. നബിയോട് സഹാബാക്കൾ പറയുകയാണ്, മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞതുപോലെ ഒരിക്കലും ഞങ്ങൾ താങ്കളോട് പറയുകയില്ല. താങ്കൾ ഞങ്ങളെ മലയുടെ മുകളിലേക്ക് വിളിച്ചാലും കടലിന്റെ ആഴങ്ങളിലേക്ക് വിളിച്ചാലും തീർച്ചയായും താങ്കളോടൊപ്പം ഞങ്ങളുണ്ടാകുമെന്ന് സഹാബാക്കൾ നബിയോട് പറഞ്ഞു. അപ്പൊ എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. നമ്മോടും അള്ളാഹു പറഞ്ഞു. നാലാമത്, ബദരീങ്ങൾ രക്ഷപ്പെടാനുള്ള നാലാമത്തെ കാരണം, വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുകും. നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു നിൽക്കരുത്. നിങ്ങളുടെ ഭിന്നിപ്പിന്റെ പേരിൽ നിങ്ങൾ പിന്നീട് പിണക്കത്തിലേക്ക് പോകുകയും ചെയ്യരുത്. ബദരീങ്ങൾക്കിടയിൽ എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരുന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ ഭിന്നിപ്പിലേക്ക് നയിച്ചില്ല. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ ഭിന്നിപ്പിലേക്ക് നയിച്ചില്ല. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? എത്രയോ സംഘടനകൾ, ആ സംഘടനകളിൽ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ആർക്കും ആരെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ. പരസ്പരമുള്ള പാരവെപ്പുകൾ, ഒരാള് ഉയരുന്നത് മറ്റൊരാൾക്ക് കാണാൻ കഴിയുന്നില്ല. ഏതെല്ലാം രീതിയിൽ പരസ്പരം ഒറ്റപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലെല്ലാം സാമുദായിക സംഘടനകൾ പരസ്പരം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അവസ്ഥ ഇന്ന് അതാണ്. പക്ഷെ ബദരീങ്ങൾ വിജയിച്ചത് എങ്ങനെയാണ്? എല്ലാ വിഷയത്തിലും അവർ ഐക്യത്തോടുകൂടി പ്രവാചകന്റെ പിന്നിൽ നിന്നു. പണ്ടൊരു കഥ പറയാറുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ഒരു പ്രത്യേകമായ പരീക്ഷണത്തിന് വേണ്ടി കുറച്ച് ഞണ്ടുകളെ ഒരു വാഹനത്തിൽ കയറ്റിവിട്ടു. ഞണ്ടുകളെ വാഹനത്തിന്റെ ഡോറ് അടച്ചിരുന്നില്ല. ആ ഞണ്ടുകൾ ലക്ഷ്യസ്ഥാനത്തെത്തി. അവിടെ എത്തിയിട്ടും ഒരൊറ്റ ഞണ്ട് പോലും വാഹനത്തിൽ നിന്ന് വെളിയിൽ പോയിട്ടില്ല. ഡോറ് തുറന്നു കിടക്കുകയാണ്. കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടും ഒരു ഞണ്ട് പോലും വെളിയിൽ പോയിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർക്ക് അത്ഭുതമായി. എന്താണ് അതിന്റെ പിന്നിലുള്ള കാരണം? അവര് നോക്കുമ്പോ ഏതെങ്കിലും ഞണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ മറ്റേ ഞണ്ട് കാലിൽ പിടിച്ച് വലിച്ചു താഴെയിടുന്നതാണ് കാണുന്നത്. ഒരു ഞണ്ടിന് മുകളിൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി മറ്റേ ഞണ്ട് ശ്രമിക്കുമ്പോൾ വേറെ ഞണ്ട് എന്ത് ചെയ്യും? ഇതിന്റെ കാലിൽ പിടിച്ച് വലിച്ചു താഴെയിടും.
അതുകൊണ്ട് ഡോറ് തുറന്നു കിടന്നിട്ട് പോലും ആർക്കും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. സമുദായ നേതാക്കന്മാരുടെ കാര്യം പറയേണ്ടതില്ല. അഭിപ്രായ ഭിന്നതകൾ പലപ്പോഴും ഏറ്റവും വലിയ നാശത്തിലേക്കും വ്യക്തി വൈരാഗ്യത്തിലേക്കും സംഘടനാപരമായ പക്ഷപാതിത്വത്തിലേക്കും അതിന്റെ പേരിലുള്ള ആത്മീയമായ അന്ധതയിലേക്കും അവരെ നയിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 4 അല്ലാഹു തആല പറഞ്ഞു. 5-ാമത്തെ അല്ലാഹു തആല പറഞ്ഞു, വസ്ബിറു, ബദരീങ്ങളെ നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണേ, നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണേ. നമ്മോടും അള്ളാഹു പറയുന്നതാണ്, നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ നിങ്ങളിൽ ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പരിശോധിച്ചറിയാൻ അടിക്കടി പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ ചിലപ്പോൾ തെരുവുകളിൽ നിങ്ങൾ തല്ലിക്കൊല്ലപ്പെടാം, തറാവീഹ് കഴിഞ്ഞു വരുമ്പോ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാം, നിങ്ങളുടെ വീടുകളിലേക്ക് അക്രമങ്ങൾ ഉണ്ടാവാം, നിങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടാവാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചവിട്ടി അരയ്ക്കപ്പെടാം. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹു തആല ബദരീങ്ങളോട് പറഞ്ഞു, വസ്ബിറൂ, നിങ്ങൾ ക്ഷമിച്ചു നിൽക്കണേ. നമ്മോടും അല്ലാഹു പറയുന്നതാണ്, മുസ്ലിം ആയതിന്റെ പേരിൽ ഉണ്ടാവുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചു നിൽക്കുക. ഈ 5 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം, അള്ളാഹുവിനെ ധാരാളമായിട്ട് ഓർത്തു ബദരീങ്ങൾ. രണ്ടാമത്തേത്, ശത്രുവിനെ മുമ്പിൽ കണ്ടപ്പോൾ പോലും ഇത് എനിക്ക് പ്രശ്നമല്ല, എനിക്ക് കുടുംബമാണ് വലുത്, എന്റെ ബിസിനസ്സാണ് വലുത്, എന്റെ സംഘടനയാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞോടിയില്ല, യുദ്ധക്കളത്തിൽ അടിയുറച്ചു നിന്നു. മൂന്നാമത്തേത്, അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ടു. നാലാമത്തേത്, അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരെ ഭിന്നിപ്പിലേക്ക് നയിച്ചില്ല. അഞ്ചാമത്തേത്, ക്ഷമയോടുകൂടി അടിയുറച്ചു നിന്നു. ഈ ആയത്തിന്റെ അവസാനം അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ സ്വാധീനിച്ചതായി അദ്ദേഹം അടുത്തിടെ നടന്ന ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വചനം ഇതാണ്. എന്നിട്ട് അദ്ദേഹം ഈ ആയത്ത് ഓതുന്നുണ്ട്. അതല്ലേ രസം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. തീർച്ചയായും അള്ളാഹു ക്ഷമയുള്ള ആളുകളുടെ കൂടെയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, അള്ളാഹു ക്ഷമയുള്ള ആളുകളുടെ കൂടെയാണ്. ഈ 5 കാരണങ്ങൾ കൊണ്ടാണ് ബദരീങ്ങൾ വിജയിച്ചതെങ്കിൽ ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സ്വലുഹ ബിഹി അവ്വലുഹാ. മുൻഗാമികൾ ഏത് വഴിയിലൂടെയാണോ രക്ഷപ്പെട്ടത് ആ വഴിയിലൂടെ അല്ലാതെ നമുക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല, പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയയുടെ ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് ബദരീങ്ങളെപ്പോലെ ചരിത്രം വായിച്ചിട്ട് മാത്രം കാര്യമില്ല. ബദരീങ്ങളെപ്പോലെ ചരിത്രം രചിക്കാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ അവർ നടന്ന വഴിയിലൂടെ നാമും നടക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വൈകിട്ട് അസ്ർ കഴിഞ്ഞ് മൗലൂദ് ഓതുമ്പോ, മൗലൂദ് ഓതിയിട്ട് ബിരിയാണിയൊക്കെ തിന്നുമ്പോ, ബിരിയാണി തിന്നിട്ട് പോകല് മാത്രമല്ല ബദർ ദിനം, അല്ലെങ്കിൽ ബദർ മൗലൂദ് ഓതല് മാത്രമല്ല ബദർ ദിനം. ബദരീങ്ങളുടെ മാർഗം പിൻപറ്റലാണ് യഥാർത്ഥത്തിൽ ബദർ ദിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊക്കെ ഓതുമ്പോൾ ബദരീങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളും നമ്മൾ ഓർക്കണം. അതോടൊപ്പം അവരുടെ നാമങ്ങൾ നിരന്തരമായി എല്ലാ സമയങ്ങളും, ഒരു 17 വരുമ്പോൾ മാത്രം ആ കിതാബ് എടുത്തു വെച്ച് വായിക്കാനുള്ളതല്ല ബദരീങ്ങളുടെ നാമങ്ങൾ. എല്ലാ സമയങ്ങളിലും ആ നാമങ്ങൾ വീടുകളിൽ ഉച്ചരിക്കലും ഉരുവിടലും ബറക്കത്തിന് കാരണമാകും. അവരുടെ കാവൽ അള്ളാഹു നമുക്ക് തരിക തന്നെ ചെയ്യും. ആ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ഖൈറും നന്മയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാനിൽ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യാനും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ഭാഗ്യം നൽകി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത